तुम्हारा बाप को दिखा के आओ, पुलिस स्टेशन में जाओ। क्या बोलो बोलो, कुछ बोलो। दिल्ली का पीछे लौड़ा चूसी आया है। क्या दिल्ली का लगता है कि बाल इधर देखो, कुछ बोला नहीं, आपको कुछ बात नहीं। ആ പെണ്ണ് ഈ വീഡിയോ എടുത്തവന്റെ തള്ളയ്ക്ക് ആദ്യം വിളിച്ചു, തന്തയ്ക്ക് വിളിച്ചു, അവനോട് വന്നയാണെന്ന് വരെ അവൾ ചോദിച്ചു. എന്നിട്ടും ക്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ കൈ നൂത്തറ കൊടുക്കാനുള്ള ഒരു ആംബിയർ കാണിക്കണം. ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിലെ ഏറ്റവും മൊണ്ണ ഷൊണ്ണാപ്പികൾ നട്ടലില്ലാത്ത ആണുങ്ങൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ പെരുമ്പാവൂരാന്ന് പറയും. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം, ഇവളുമാരെ കൊണ്ടും അവിടെയുള്ള ചില മൈനന്മാർക്ക് ഗുണമുണ്ട്. കമ്മീഷൻ വകയിലും അങ്ങനെ പല വകുപ്പിലും അവന്മാർക്കും കാശ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവന്മാർ പ്രതികരിക്കാതിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ കേരള പോലീസിനോടും ആഭ്യന്തര മന്ത്രിയോടുമാണ് പറയുന്നത്, ഇങ്ങനെ പെരുമ്പാവൂരിനെ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ നാളെ അത് വൻ അപകടത്തിലായിരിക്കും ചെല്ലുന്നത്. അവളുമാർ നിന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് പറയുന്നതിനേക്കാൾ ധൈര്യത്തോടെയാണ് അവരെന്ന് പറയുന്നത് ചോദ്യം ചെയ്യുന്നവരോട്. കാര്യം അവർക്കറിയാം അവിടെ പോലീസുകാർ കയറി ഒരു കോപ്പും ചെയ്യത്തില്ല. പോലീസുകാരെ കൊണ്ട് കാണിക്കണം എന്ന് തന്നെയാണ് അവൾ പറയുന്നത്, എന്ന് തന്നെയാണ് അവൾ ആദ്യം പറയുന്നത്. അപ്പൊ ഇത്രയും ധൈര്യത്തോടെ നമ്മുടെ നാട്ടിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് വെല്ലുവിളിക്കാമെങ്കിൽ അവരെങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇത് ഒട്ടും നന്നാവില്ല. ഉള്ള കാര്യം പറയാലോ, കേരളത്തിൽ ബംഗാളികളുള്ളത് പെരുമ്പാവൂർ മാത്രമല്ല, വേറെ പല സ്ഥലത്തും ഉണ്ട്. എന്റെ സ്വന്തം നാട്ടില് അടൂരുണ്ട്, പന്തളത്തുണ്ട്. നിങ്ങൾ രാവിലെ ഇറങ്ങി നോക്കിയാൽ പണിക്ക് വന്നിരിക്കുന്ന എണ്ണാൻ പറ്റുന്ന അത്ര ആൾക്കാരെ കാണാം. പക്ഷെ അവിടെ ഒരുത്തരും ഒരു ഇതും ചെയ്യത്തില്ല, ചലിക്കത്തില്ല അവന്മാര്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് അവിടെ നിർത്തിയേക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവന്മാരെ നിർത്തേണ്ടത്. പണിക്ക് വന്നവന്മാരാണെങ്കിൽ പണിക്ക് വന്നിട്ട് മിണ്ടാതെ പോകണം. ഇത് പക്ഷെ പെരുമ്പാവൂർ ഇത്രയും ധൈര്യമില്ലാത്ത ആണുങ്ങൾ മൊണ്ണകളുള്ള പെരുമ്പാവൂര് നാണമുണ്ടോ നിനക്കൊക്കെ ഇതുങ്ങളെ ഇങ്ങനെ വളർത്തി വിടാൻ? അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ, കാശ് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ നീ എല്ലാം കൂടി ഈ നാട് മുടിപ്പിക്കും, ഉറപ്പാണത്. ഇപ്പോഴും നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണ് പെരുമ്പാവൂർ ഇങ്ങനെ ഈ എന്നെല്ലാം കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ടെന്ന് അറിയാമോ? പബ്ലിക്കായിട്ട് പെൺവാണിഭമാണ് നടക്കുന്നത്. പെൺവാണിഭം റേറ്റ് പറഞ്ഞ് 150 രൂപ മുതൽ മേലോട്ട് പെണ്ണുങ്ങളുണ്ട് അവിടെ കിട്ടാൻ. 150 രൂപ മുതൽ മാർക്കറ്റ് സൈഡിലും ഹോട്ടൽ ഏരിയാസിലും ഒക്കെ. അതിൽ കൊച്ചു വെമ്പളാർ തൊട്ട് കിളവിമാര് വരെ ഉണ്ട് ഇവന്മാര് കൊണ്ട് ഇറക്കിയേക്കുന്ന ഐറ്റംസ്. ഇങ്ങനെ പറയുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ കേരളത്തിലാണ് നടക്കുന്നത് ആലോചിക്കുമ്പോഴാണ്